भैया ഗുഡ് മോർണിംഗ്, നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇത് ഞങ്ങളുടെ കാശ്മീർ ട്രിപ്പിൻ്റെ 3rd ഡേ ആണ്. अगर दूर का सफर था तो अभी हम उधर पहुंचने वाले होने चाहिए. अब तो जाम बुरी हालत होगी आगे में. तो ഞങ്ങൾ അങ്ങനെ ശ്രീനഗറിൽ നിന്ന് ഇറങ്ങി. അപ്പം ഗുൽമാർഗ് ആയിരുന്നു പ്ലാനിൽ, പക്ഷെ നടന്നില്ല. കാരണം ഞങ്ങൾ ഒത്തിരി ലേറ്റായിട്ടാണ് ഇറങ്ങിയത്. തലേ ദിവസത്തെ ക്ഷീണമൊക്കെ, ഒത്തിരി ട്രാവൽ ചെയ്തല്ലേ ശ്രീനഗർ വന്നത്. പെഹൽഗാമിൽ നിന്ന് ശ്രീനഗറോട്ട് വരുന്ന കുറച്ച് ദൂരം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഒന്നാമത്തെ കാര്യം ബ്ലോക്കൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾ ഒത്തിരി ടയർഡായിട്ടാണ് വന്നത്. അതുകൊണ്ട് ഞങ്ങൾ പിന്നെ കുറേ താമസിച്ച് താമസിച്ചെന്ന് പറഞ്ഞാൽ ഒരുപാടല്ല കേട്ടോ. 8 മണിയൊക്കെ ആയപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി. പക്ഷെ അത് പോരായിരുന്നു. വെളുപ്പിനെ ഇറങ്ങിയാൽ ഗുൽമാർഗ് ചെന്ന് എല്ലായിടവും കണ്ട് ഇറങ്ങാൻ പറ്റുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പ്ലാൻ മാറ്റി. അപ്പം ഡ്രൈവർ പറഞ്ഞു സോനമർഗ് പോകാമെന്ന്. അപ്പോൾ ഈ കാണുന്നതാണ് ഡൽ ലേക്ക്. അപ്പോൾ ഞങ്ങളുടെ സ്റ്റേയുടെ അടുത്ത് തന്നെ ആയിരുന്നു. ഞങ്ങൾ ശ്രീനഗർ ആയിരുന്നു. ഫസ്റ്റ് ഡേ പെഹൽഗാമിൽ സ്റ്റേ ചെയ്തിട്ട് ബാക്കിയുള്ള 4 ദിവസം ശ്രീനഗർ തന്നെയായിരുന്നു സ്റ്റേ ചെയ്തത്. അപ്പോൾ ഇത് അവിടുത്തെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങുമ്പം കാണുന്ന വ്യൂ ആട്ടോ. ഇത് ഡൽ ലേക്കാണ്. കണ്ടോ എന്ത് രസമുണ്ട് കാണാൻ അല്ലേ. അങ്ങനെ ഈ റോഡ് ഫുള്ള് കവർ ചെയ്യുന്ന മൊത്തം ഡൽ ലേക്കിൻ്റെ വ്യൂ ആണ്. ഇവിടുത്തെ വെതറിനനുസരിച്ചുള്ള വീടുകളല്ലേ, കാണാൻ നല്ല ഭംഗിയുണ്ട് ഇവിടുത്തെ കൺസ്ട്രക്ഷൻസ്. അങ്ങനെ ഞങ്ങൾ അതായത് പെഹൽഗാം നിന്ന ഹോട്ടലിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ അവൈലബിൾ ആയിരുന്നു. പക്ഷേ ഇവിടെ നമുക്ക് അങ്ങനെ രാവിലത്തെ ഫുഡൊന്നും കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു പോകുന്ന വഴിക്ക് കഴിക്കാമെന്ന് വിചാരിച്ചു. കാരണം 8 മണിയായപ്പോഴാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. ആദ്യമേ വിചാരിച്ചു അവിടെ നിന്ന് കഴിച്ചിട്ട് ഇറങ്ങാമെന്ന്, പക്ഷെ അവിടെ ഇല്ലായിരുന്നു. അങ്ങനെ ഇറങ്ങിയിട്ട് റോഡിലൊരു ഹോട്ടൽ കണ്ടു, അവിടെ നിർത്തി. അപ്പം നല്ല തണുപ്പുണ്ടായതുകൊണ്ട് ഞങ്ങൾ ആദ്യം അകത്ത് കയറി. പക്ഷെ അകത്ത് നല്ല തണുപ്പുണ്ടായിരുന്നു. അങ്ങനെ വിചാരിച്ചു വെയിലത്തിരിക്കാമെന്ന് വിചാരിച്ചു. കുറച്ചു ശരീരം ഒന്ന് ടെമ്പറേച്ചറായിട്ടൊന്ന് അഡ്ജസ്റ്റ് ആവുമല്ലോ. വൈകി എവിടെ ഏത് ഹോട്ടലിൽ ചെന്നാലും അവിടുത്തെ ഗ്ലാസും പാത്രങ്ങളും എല്ലാം പറക്കി നിരത്തി വെച്ച് അവൾ അവിടുത്തെ വെയിറ്ററാവും. എന്നിട്ട് ഞങ്ങളുടെ ചോദിക്കുക എന്തോ വേണമെന്ന്. അതിനെ ഒഴിച്ച് കിടന്ന് ബഹളം വെക്കുക. കാരണം എവിടെ പോയാലും ഇതേ ഉള്ളൂ. അവസാനം ഗ്ലാസ് എല്ലാം പറക്കി തറയിട്ട്, നേരത്തെ പോയിട്ടുള്ള ഹോട്ടലിലാണെങ്കിൽ അവിടുന്ന് ഗ്ലാസ്സിനകത്ത് വെള്ളം എല്ലാം മറിച്ചിട്ട് അവിടെ ഫുള്ള് ഞങ്ങൾ കഴിച്ചതിനകത്തെല്ലാം ആക്കി. ഒരാള് വന്ന് തേൻ കുടിക്കുന്ന കണ്ടോ. पराठा दे रहा हूँ. मेरे दोस्त ने शादी किया था. 7 लाख.
എന്റെ പൂരി ബജി വന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല പൂരി ബജിയായിരുന്നു. ചൂട് നമ്മൾ ചെന്നപ്പം ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടുകൊണ്ട് മനഃപൂർവ്വം കൈയെടുത്ത് വെച്ചതാണ്. കണ്ടോ, അവിടെ മഞ്ഞുമല കാണാം. അതായത് സോനമാർഗ്. നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ നിന്നുണ്ട് ആ മല കാണാം. പെട്രോളിങ്ങിൻ്റെ വണ്ടികൾ പോകുന്നുണ്ടോ? വണ്ടിയുടെ ഗ്ലാസ് തുറക്കാൻ പറ്റാത്തത്ര തണുപ്പാ. അതുകൊണ്ട് ഗ്ലാസിൻ്റെ മേളിൽ കൂടെ വീഡിയോ എടുക്കുന്നത്. ഗ്ലാസ് താത്തിൽ എടുത്തിരുന്നെങ്കിൽ നല്ല ക്ലിയർ ആയിട്ട് കിട്ടിയത്. നല്ല ഭംഗിയുള്ള സ്ഥലം കേട്ടോ. അടിപൊളി വ്യൂ പോയിന്റ്. മേലോട്ട് പോകും തോറും തണുപ്പ് കൂടിക്കൂടി വരികയാണ്. അതായത് അവിടെ എനിക്ക് തോന്നുന്നു സോനമാർഗിൽ അങ്ങ് ടോപ്പ് ഞങ്ങൾ ചെന്ന സ്ഥലത്ത് 4 ആയിരുന്നു ക്ലൈമറ്റ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കും മൈനസിൽ എന്തായിരിക്കുമെന്ന്. ഇപ്പോൾ ഞാനിപ്പോൾ വീഡിയോ ഇടാൻ പോകുന്ന സമയത്തൊക്കെ നവംബറായി. ഒക്ടോബറിൽ പോയ വീഡിയോ ആണ് ഇത്. അപ്പം ഒക്ടോബറിൽ തന്നെ ഈ തണുപ്പാണ്. അപ്പം ഡിസംബറിൽ ഇപ്പം ഈ നവംബറിലും ഡിസംബറിലും ഒക്കെ എന്തായിരിക്കും എന്ന് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. മൈനസ് ആയിരിക്കും. അപ്പം എങ്ങനെ താങ്ങാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. ഇപ്പോൾ തന്നെ ഞങ്ങൾ പോയ സമയത്ത് ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കണ്ടോ, ചെറുതായിട്ടൊന്ന് ഗ്ലാസ് താത്തോ വീഡിയോ എടുക്കാനായിട്ട് മാത്രം. അങ്ങനെ ഞങ്ങൾ സോനമാർഗ് എത്താറായി. അപ്പം ഏറ്റവും കൂടുതൽ വൈഗയ്ക്ക് ബുദ്ധിമുട്ടുണ്ടായ ഒരു ദിവസമാണ് സോനമാർഗിൽ പോയ ദിവസം. കാരണം ഞാൻ ഏതാണ്ട് അവൾക്ക് 2-3 ഡ്രസ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ പുറത്ത് ഒരു സ്വെറ്ററും. പക്ഷേ എനിക്ക് തെറ്റിപ്പോയി. കാരണം സ്വെറ്റർ കുറച്ചുകൂടെ കട്ടിയുള്ളത് വാങ്ങിക്കേണ്ടായിരുന്നു. കാരണം കുഞ്ഞിന് നന്നായിട്ട്, അവൾക്ക് നല്ല സെൻസിറ്റീവ് സ്കിന്നാണ്. അവൾക്ക് ജനിച്ചപ്പോൾ അവളുടെ സ്കിന്നിന് ഇറിറ്റേഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം സെൻസിറ്റീവ് സ്കിന്നാണ് അവൾക്ക്. അതുകൊണ്ട് അവിടെ ചെന്ന് ഞങ്ങൾ ആ മലയിൽ കയറി. അപ്പോഴത്തേക്ക് കുഞ്ഞിൻ്റെ കൈയെല്ലാം ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ തുടങ്ങി. ഗ്ലൗസ് ഇട്ടിട്ടുണ്ട്, എല്ലാം ഇട്ടിട്ടുണ്ട്. എന്നിട്ടും അവൾക്കത് സഹിക്കാൻ പറ്റുന്നില്ല തണുപ്പ്. പിന്നെ വിച്ചുവിൻ്റെ സ്വെറ്ററും ഒക്കെ ഊരി കൊടുത്തു. അതൊക്കെ കാണിക്കാം. जवान शूटिंग जवान का ये पीछे नाले में जवान शूटिंग ये सामने नहीं है। ऊपर देखो कितनी उजल पड़ी है। इधर से रास्ता है ना जाने का, वो घोड़े छोड़े जाते हैं बर्फ में पूरा अंदर। ये पूरा उधर से तो पानी ഇവിടെ ഫുൾ മഞ്ഞായിരുന്നു. ഇവിടെ ജവാന്റെ ഷൂട്ടിംഗ് നടന്നു. बहुत क्लीन पानी. तिरंगा तिकडे
जहाँ भी देखे तिरंगा बस सल्यूट मഞ്ഞുമല കണ്ടോ കണ്ടോ कണ്ടो भाईगा अरे इधर का एक फोटो ले लो ये अच्छा है वापसी टाइम ले लेंगे नहीं ऐसे पूरा भरा होगा മഞ്ഞുമല अच्छा लग रहे हैं देखो कितना अच्छा लग रहा है बजरंगी भाईजान थोड़ा डांस पीस करता हूँ मेरा भी कोई पिक्चर बनाते ना कौन सी बनाए फिर उधर है ना बना देंगे बोलो एक नया पिक्चर है इधर शूट हुआ है बोलेंगे टाइगर सो गया हाँ टाइगर सो गया भैया അങ്ങനെ ഞങ്ങള് അറ്റ് ലാസ്റ്റ് സോനമർഗ് എത്തി. ഓഹ് ഭയങ്കര തണുത്ത ക്ലൈമറ്റ് ആയിരുന്നു. ഇനി ഇവിടുന്ന് നമുക്ക് മേളിൽ പോകാൻ നമ്മൾ ഒരു മണ്ടത്തരം ചെയ്തു. വരുന്നവർ ശ്രദ്ധിക്കണം, കാരണം നമുക്ക് ഓൺലൈനിൽ കൂടെ തന്നെ ബുക്ക് ചെയ്യാൻ പറ്റും. കേബിൾ കാർ ബുക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു, പക്ഷെ ഞങ്ങൾ മറന്നുപോയി. അപ്പം കാരണം ഞങ്ങളിവിടെ ജമ്മുവിൽ തന്നെ ഉള്ളതുകൊണ്ട് അതിനെക്കുറിച്ച് അങ്ങനെ അറിയത്തില്ലായിരുന്നു. അപ്പം കേബിൾ കാറിൽ ബുക്ക് ചെയ്യാൻ പറ്റും, പക്ഷെ കുഴപ്പമില്ലായിരുന്നു. ഹോഴ്സ് റൈഡ് വാസ് അമേസിങ്. ഹോഴ്സ് റൈഡ് അടിപൊളിയായിരുന്നു. കേബിൾ കാറിൽ കയറണമെന്ന് ആഗ്രഹമുള്ളവർ വേണമെങ്കിൽ ബുക്ക് ചെയ്തിട്ട് വരാം കേട്ടോ. വീണ്ടും കുതിരപ്പുറത്ത് കയറി ഗായ്സ്. കണ്ടോ? അയ്യോ, എനിക്ക് തിരിയാൻ പറ്റുന്നില്ല. വ്യൂ ഒക്കെ എടുക്കണമെന്നുണ്ട്, പക്ഷേ ഇന്നലെ ഫുള്ള് ഹോഴ്സ് റൈഡ് കാണിച്ചോണ്ട് ഇന്ന് ഞാൻ കുറച്ച് വീഡിയോ എടുക്കുന്നുണ്ട്. കണ്ടോ ഇവിടുത്തെ വ്യൂ ഉണ്ടോ? കണ്ടോ, ഇങ്ങനെ മേലോട്ട് പോവാണേ. കണ്ടോ? ഓടുന്നു ഓടല്ലേ മോനെ, എടാ ഓടല്ലടാ, അരെ ഭാഗ്മൻ, ഇങ്ങനെയല്ലേ പറയുന്നത്. തൊണ്ടയൊക്കെ അടച്ച് ഭയങ്കര സഫോക്കേഷൻ ഉണ്ട് കേട്ടോ, ശ്വാസം മുട്ടുന്ന പോലെ. ഞങ്ങളിതോ ആ കാണുന്ന സ്ട്രീറ്റില്ലേ, അവിടുന്ന് വന്നേ, ഇവിടെ വരെ എത്തി. ഓക്കെ, കോട്ടേജസ് ഒക്കെയാണ് കാണുന്നത്, നല്ല ഭംഗിയാണ്. കുതിരയുടെ മണ്ടക്കറൻ ഞങ്ങളിപ്പോൾ എക്സ്പേർട്സാണ്. കാരണം ഒറ്റ ദിവസം കൊണ്ട്, ഒറ്റ പെഹൽഗാം യാത്ര കൊണ്ട് ഞങ്ങൾ എക്സ്പേർട്സായി. പെഹൽഗാമിലെ വീഡിയോ കാണാത്തവർ വീഡിയോ കാണണം കേട്ടോ, അപ്പോൾ മനസ്സിലാവും എന്തുകൊണ്ടാണ് ഞങ്ങൾ എക്സ്പേർട്സായത്. എല്ലാ കുതിരകളും നേർവഴി പോകുമ്പോൾ ഞങ്ങളുടെ 4 മാത്രം കണ്ടോ വെള്ളത്തിലൂടെ ഒക്കെ ഇറങ്ങി കുളിച്ച് കുടിച്ച് ഒക്കെ വരുവാണ്.
അപ്പം എൻ്റെ കുതിരയുടെ മാലിക്കുണ്ടല്ലോ, അയാൾ തന്നെ എനിക്ക് വീഡിയോസ് എല്ലാം എടുത്തു തരുന്നത്. അപ്പം നല്ല വീഡിയോസ് ആയിരുന്നു, എനിക്കിഷ്ടപ്പെട്ടു. ഞാൻ നമ്മൾ പോകുന്ന വീഡിയോ മാത്രം എടുക്കാനാണ് പറഞ്ഞത്, പക്ഷേ അയാളെല്ലാം എല്ലാ സ്ഥലവും കവർ ചെയ്തു. അങ്ങനെ ഞങ്ങൾ ടോപ്പിലെത്തി. അവിടെ ഇറങ്ങിയപ്പോഴത്തേക്ക് സഹിക്കാൻ പറ്റാത്ത ക്ലൈമറ്റായിരുന്നു കേട്ടോ. നല്ല സഫോക്കേഷൻ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഇതിനകത്ത് തന്നെ വോയിസ് ഓവർ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ സൗണ്ടിനകത്ത് ഞാനിങ്ങനെ ശ്വാസം ഇങ്ങനെ എടുക്കുന്ന അപ്പം ഭയങ്കര ഒരു മാതിരി തോന്നി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ വോയിസ് കട്ട് ചെയ്തത്. ഭയങ്കരമായിട്ട് നമുക്കൊരു സഫോക്കേഷൻ ഉണ്ടായിരുന്നു. തലേന്ന് ഞാൻ അനുഭവിച്ചതിനെ കാട്ടിയായിരുന്നു ഇത്. അപ്പോൾ കുഞ്ഞിനെ നന്നായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, കുഞ്ഞിൻ്റെ കൈയെല്ലാം നന്നായിട്ട് അവൾക്കത് എഫക്റ്റ് ചെയ്തു. അവൾക്ക് നല്ല സെൻസിറ്റീവ് സ്കിന്നായിരുന്നു. അപ്പം അങ്ങനെ നല്ല തണുപ്പുണ്ടായിരുന്നു. അപ്പം മഞ്ഞ് വീണ സമയം കൂടെ അല്ലേ, അപ്പോൾ ആ ഒരു ക്ലൈമറ്റുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ ലക്ഷക്കണക്കിന് ഫോട്ടോസ് എടുത്തു ഗൈസ്, ലക്ഷക്കണക്കിന്. കാരണം എവിടെ നോക്കിയാലും വ്യൂ, എങ്ങോട്ട് തിരിഞ്ഞാലും വ്യൂ, എങ്ങനെ നിന്നാലും അടിപൊളി ഫോട്ടോ. അങ്ങനെ ഒരുപാട് ഫോട്ടോസ് എടുത്തു, വീഡിയോസിനേക്കാളും ഫോട്ടോസ് എടുത്തു. പിന്നെ അവിടെ ഇരുന്നങ്ങ് എടുത്തു ഫോട്ടോ. അങ്ങനെ ഓരോ പോസ് ഞങ്ങളെക്കാട്ടി നന്നായിട്ട് പിള്ളേർ പോസ് ചെയ്യും കേട്ടോ. അവർക്ക് എങ്ങനെ പോസ് ചെയ്യണമെന്നറിയാം, എങ്ങനെ ക്യാമറയുടെ മുന്നിൽ നിൽക്കണമെന്നറിയാം. പക്ഷെ തണുപ്പായതുകൊണ്ട് ഉള്ള ഒരു ബുദ്ധിമുട്ട് കാരണം വൈകിക്ക് അത്ര ഹാപ്പി അല്ലായിരുന്നു അന്നത്തെ ഫോട്ടോഷൂട്ടിൽ. കണ്ടോ, അവിടെ മറ്റേ കാശ്മീരി ഡ്രസ്സൊക്കെ ഇട്ടുള്ള ഫോട്ടോ എടുപ്പുണ്ടായിരുന്നു. ഞങ്ങളത് ചെയ്തില്ല. പിന്നെ അവർ ഭയങ്കര റേറ്റൊക്കെയാണ് ചോദിക്കുന്നത്. എനിക്കതിനോട് വലിയ താല്പര്യം തോന്നിയില്ല. അതൊരു ക്ലീഷേ ഫോട്ടോഷൂട്ടായി പോകുമെന്ന് തോന്നി. പിന്നെ കുറേ പേര് ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ എന്നിട്ട് പോയി കുറേ നേരം തീ കായുന്നിടത്തിരുന്നു, ഒന്ന് ബോഡി ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ആവാനൊക്കെ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. മലയുടെ മേളിൽ കയറിയിട്ടായിരുന്നു പോയത്. അപ്പോൾ അവിടെ നിന്ന് വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല നന്നായിട്ട്. അപ്പോൾ അവിടെ നിന്ന് പിന്നെ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. കണ്ടോ, മഞ്ഞ് വീഴുന്ന സമയം, സ്റ്റാർട്ടിങ് ടൈം. दो बच्चे के लिए ले लो बस। ये दो बच्चे ले लो, हम उधर से जाकर आएंगे। आप बच्चों के लिए कितना बनाने हैं? थोड़ा डिस्काउंट। വൈകമ്മൊക്കെ നല്ല തണുപ്പ്. ചിരിക്കാം. क्या बोल रहे हैं? सरकार लेकर ऐसे करो दे, आपने ठीक है सर, बच्चों का कर दो बस। बच्चे के लिए क्या तो आंटी मुझे, आंटी मुझे फोटो दे।
അങ്ങനെ ഞങ്ങളതെല്ലാം കഴിഞ്ഞ് തിരിച്ചിറങ്ങി. ഭയങ്കര ടയേർഡായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഒരു വീഡിയോ എടുത്തില്ല, ഭയങ്കര ടയേർഡായിരുന്നു. പിന്നെ എത്ര പെട്ടെന്ന് ശ്രീനഗർ വന്ന് റൂമിൽ കയറി ഒന്ന് കിടക്കണമെന്നായിരുന്നു. അത്ര ടയേർഡായിരുന്നു. കാരണം ആ മല മൊത്തം കയറി പിന്നെ കുഞ്ഞിന് വയ്യാതൊക്കെ ആയപ്പോഴത്തേക്ക് പിന്നെ അവൾ ഓക്കെ ആയിട്ടോ. പിന്നെ അവൾ കാറിൽ കയറി ഇന്ന് ഇച്ചിരി ചൂടായപ്പോഴത്തേക്ക് അവൾ ഓക്കെ ആയി. അപ്പോഴത്തേക്ക് ഞങ്ങൾ പിന്നെ ഹോട്ടലിൽ വന്നു. പിന്നെ വെച്ച് ഫുഡ് പുറത്തുനിന്ന് ഓർഡർ ചെയ്യാമെന്ന് വെച്ചു. കാരണം കഴിച്ചിട്ട് പുറത്തുനിന്ന് ഹോട്ടലിൽ പോയി കഴിച്ചിട്ട് വരാനുള്ള ശേഷിയില്ലായിരുന്നു. Margarita. I like margarita. Chicken. അങ്ങനെ ഞങ്ങൾ ഓർഡർ ചെയ്ത ഫുഡ് വന്നു. ബിരിയാണി ആയിരുന്നു കേട്ടോ ഓർഡർ ചെയ്തത്. കുഞ്ഞിനെ കൊണ്ട് മെയിനായിട്ടെന്ന് വെച്ചാൽ കുഞ്ഞിനെ കൊണ്ട് പുറത്ത് ഇനി പോയി കഴിക്കേണ്ടെന്ന് വെച്ചു. കാരണം രാത്രി ആയപ്പോഴത്തേക്ക് നല്ല തണുപ്പായി. അവളെ കൊണ്ട് പുറത്ത് പോകണ്ടെന്ന് വെച്ചോണ്ടാ. കഴിച്ചിട്ട് തൊണ്ട മൊത്തം അടിച്ചു. ഒരു കീക്കി സൗണ്ട് മാത്രമേ പിന്നെ കേൾക്കുന്നുള്ളായിരുന്നു. ഞങ്ങള് ഇച്ചുൻ്റെ തൊണ്ടയെല്ലാം അടച്ചങ്ങനെ മെഡിസിൻ മേടിക്കാൻ പുറത്തിറങ്ങിയതാ. 4 മണിക്ക് അവിടെ നിന്ന് മാഗി കഴിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഇറങ്ങിയിട്ട് ഒന്നും കഴിച്ചില്ല. ഒന്നും കഴിക്കാൻ പറ്റിയ ഒരു ഇതിലല്ലായിരുന്നു. ഭയങ്കര തണുപ്പോൾ നമുക്ക് അവിടെ നിന്ന് കഴിക്കാനൊന്നും പറ്റത്തില്ല. അപ്പം വെച്ചാൽ എന്തായാലും തിരിച്ച് ശ്രീനഗർ എത്തിയിട്ട് ഫുഡ് കഴിക്കാമെന്ന് വെച്ചാൽ അങ്ങനെ ഇവിടെ വന്ന് കടയിൽ കയറി കഴിക്കാൻ ഭയങ്കര തണുപ്പായിരുന്നു. അപ്പം ഞങ്ങൾ വെച്ചാൽ എന്തായാലും സ്വിഗ്ഗിയിൽ ഓർഡർ ചെയ്തു. സ്വിഗ്ഗിലോ സൊമാറ്റോയിലോ ഏതിലോ ഓർഡർ ചെയ്ത് ഏതിലാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അങ്ങനെ ഞങ്ങൾ അവിടെ എല്ലാം കറങ്ങിയിട്ട് തിരിച്ചു വന്നു. അപ്പോൾ സ്വിഗ്ഗിയിൽ നിന്ന് കിട്ടിയ കാർഡ് കേട്ടോ ഞാൻ ഈ കാണിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാൻ പോവാം. ഫുഡ് കഴിച്ചിട്ട് സുഖമായിട്ട് കിടന്ന് ഉറങ്ങണം. നാളെ പിന്നെ അടുത്ത യാത്ര ടു ഗുൽമാർഗ്. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ ഫ്രം അവർ സൈഡ്. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പം ഇത്രയും നാളെ സപ്പോർട്ട് ചെയ്തവർക്കെല്ലാം ഒരുപാട് താങ്ക്സ്. ഇനിയും എല്ലാവരും ഇപ്പോൾ കാണുന്ന എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക മറക്കല്ലേ. ബൈ ബൈ ബൈ.